ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമ എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നു, 100 കോടി കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഒരു ജീവൻ വീണിരിക്കുകയാണ് വരും. അതിനിടയിൽ പഴയ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു. ആ ചർച്ചയിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സംശയമായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത്, അതായത് ഈ മോഹൻലാൽ നായകനായ തൂവാനത്തുമ്പികളിൽ പാട്ടെഴുതിയ ONVയെ ഔട്ടാക്കിയത് എന്തിന്? അങ്ങനെ പറഞ്ഞു വിട്ട് വേറൊരു എഴുത്തുകാരനെ കൊണ്ടാണ് പാട്ട് എഴുതിച്ചാണ് പറഞ്ഞത്. എന്താണ് അത് ഉണ്ടാവാൻ കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെയൊന്നും ചോദിച്ചാൽ ഉത്തരം പറയാൻ ശരിയല്ല. കാരണം ഇങ്ങനെയല്ല സംഭവം. അങ്ങനെ ONV സാറിനെ പിടിച്ച് കഴുത്തിന് തള്ളി എന്നും ആരും പറഞ്ഞിട്ടില്ല. അതായത് ഞാനിപ്പോൾ അന്ന് AVN സ്റ്റുഡിയോയിൽ നടന്നൊരു സംഭവമാണത്. ഞാനവിടെ ഉണ്ട് ശരിക്കും. AVN സ്റ്റുഡിയോ എന്ന് വെച്ചാൽ ഇവിടെ പത്മരാജൻ്റെ മിക്ക സിനിമകളിലെയും പാട്ട് എഴുതിയത് ONV സാറാണത്. നിങ്ങൾക്ക് ആ പടം കണ്ടാൽ അറിയാം, പാട്ട് കേട്ടാൽ അറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ പറയും ചില പുതിയൊരു സിനിമ ചെയ്യാൻ പോയി. അത് പത്മരാജൻ തന്നെ 2 കഥകളിൽ നിന്ന് എടുത്ത കഥാപാത്രമുള്ള ഒരു സിനിമയാണ് ചെയ്തിട്ടുള്ളത്. ആലോചിക്കണം, തൂവാനത്തുമ്പികൾ അല്ലേ. നിങ്ങളിപ്പോഴും എത്ര വർഷം കഴിഞ്ഞാലും അതിൻ്റെ മാധുര്യം നഷ്ടപ്പെടാതെ, അതായത് ഇപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും എന്നോട് അഭിപ്രായം ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു 10 സിനിമ എടുക്കാൻ പറയുന്നു. ആ 10 സിനിമ ഏതൊക്കെയായാലും തീർച്ചയായും ആ 10 സിനിമകളിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു സിനിമ തൂവാനത്തുമ്പികളായിരിക്കും. ഒരു സംശയവുമില്ല. അത്രയും ആത്മവിശ്വാസത്തോടെ രസിച്ചുകൊണ്ട് തന്നെയാണ് ആ സിനിമയെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെയുള്ള സിനിമ ഒരു സൂപ്പർ ഹിറ്റായിട്ടൊന്നും ഓടിയിട്ടില്ല. പക്ഷെ ആ സിനിമ ചെയ്യുമ്പോൾ ഇപ്പോഴും നമുക്കല്ല, ഇപ്പോൾ പാട്ടുകളില്ലേ, ഈ പാട്ടുകൾ സുമലതയും മോഹൻലാലും തമ്മിലുള്ള പാട്ട് സീനുകൾ, കടൽ തീരങ്ങൾ, ബെഡ്റൂം സീനുകൾ, മറ്റതും മറിച്ചൊക്കെ. അതായത് ഒരു മഴ, ക്ലാര എന്ന് പറയുന്നത് മഴയായി, ചാറ്റൽ മഴയായി, അത് പ്രകൃതി ചാറ്റൽ മഴ. ക്ലാരയുടെ പേര് ക്ലാര = ചാറ്റൽ മഴ ആയി തീർന്നു അറിയും. അങ്ങനെ ഇത്രയൊരു പ്രണയകാവ്യം, അതിമനോഹരമായ പ്രണയകാവ്യമാണ് തൻ്റെ ഈ സിനിമയിലൂടെ പത്മരാജൻ കൊണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും പ്രണയാതുരമായ നിമിഷങ്ങളെ കാഴ്ചവെക്കാൻ ഉള്ള പാട്ടുകൾ എഴുതിയാൻ ONVയെ തന്നെയാണ് തിരഞ്ഞെടുത്ത് ആലോചിക്കുന്നത്. അതിമനോഹരമായി ONV പാട്ടുകൾ എഴുതി. ഈ പാട്ട് കുറേ കൂടി ശ്രദ്ധിക്കപ്പെടും. അതായത് എന്നോട് ഇങ്ങനെ ONV സാറ് മുമ്പ് പറഞ്ഞിട്ടുള്ളത്, പ്രായം നോക്കരുത് നിങ്ങൾ തന്നെ, ഈ പാട്ട് അത്രമാത്രം പ്രണയം തുടിച്ചെടുക്കുന്ന പാട്ടുകളായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ റെക്കോർഡിങ്ങിന് ചെല്ലണം. ഞങ്ങൾ റെക്കോർഡിങ്ങിന് ആയിട്ട് മദ്രാസിൽ ചെന്നു. അപ്പോൾ തലേ ദിവസം വരെ ONV സാറാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. ഞങ്ങൾ രാവിലെ AVN സ്റ്റുഡിയോയിൽ ചെല്ലുന്നു. അവിടെ റെക്കോർഡിങ് നടക്കുകയാണ്. അപ്പോൾ അവിടെ ONV സാറിനെ കാണുന്നില്ല. അവിടെ നിൽക്കുന്നത് ആരാണ്? ശ്രീകുമാരൻ നമ്പി സാറാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനെ? അപ്പോൾ അറിയുന്നു, ONV അല്ല ഈ സിനിമയിൽ പാട്ട് എഴുതിയിരിക്കുന്നത്, അത് ശ്രീകുമാരൻ നമ്പിയാണെന്ന് പറയുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കാരണം തലേ ദിവസം വരെ ഈ പാട്ടുണ്ടാക്കാൻ തലേ ദിവസം വരെ ONV സാറിൻ്റെ പാട്ടുകളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. പിന്നെ എങ്ങനെ സംഭവിച്ചു എന്നറിയുന്നു. ആരും വ്യക്തമായി ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം യേശുദാസ് ഉണ്ട് അവിടെ. യേശുദാസും ശ്രീകുമാരൻ നമ്പി നിൽക്കുന്നു. ആദ്യത്തെ ഒരു പാട്ട് പാടാൻ പോയിച്ചാൽ അപ്പോൾ ശ്രീകുമാരൻ നമ്പി എഴുതിയ, അപ്പോൾ നമ്മൾ ഹിറ്റായി കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് മേഘം പൂത്തു തുടങ്ങി ഇല്ലേ, യേശുദാസ് പാടിയ ആ പാട്ട്, അതിൻ്റെ പിക്ചറൈസേഷൻ സിനിമ നടക്കുക അതിമനോഹരമായിരുന്നു. ആലോചിക്കണം, ആ ഒരു അങ്ങനെ 2 പാട്ടിൻ്റെ റെക്കോർഡിങ് നടക്കാനാണ് പോകുന്നത്. അപ്പോൾ ഒരു യേശുദാസ് പാടുന്നു, വേറൊരു പാട്ട് വേണുഗോപാൽ പാടുന്നു, ഒപ്പം ചിത്രയും പാടുന്നു. അപ്പോൾ ആ പാട്ട് പാടാൻ, അപ്പോൾ അത് എഴുതിയിരിക്കുന്നത് ശ്രീകുമാരൻ നമ്പിയാണെന്നാണ് പറയുന്നത്. ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്. ONV സാറിൻ്റെ പാട്ടുകൾ തള്ളിക്കളയാൻ വേണ്ടി മാത്രം ഒന്നുണ്ടായി. കാരണം ഇത്രയും വരെ പത്മരാജൻ്റെ എല്ലാ സിനിമകളിലെയും പാട്ടുകൾ എഴുതിയിരുന്നതാണ്. പെരുമ്പാവൂർ G. രവീന്ദ്രനാഥാണ് സംഗീത സംവിധാനം ചെയ്യാൻ പറ്റുന്നത്. ആ പാട്ടിൻ്റെ ടോട്ടാലിറ്റി ഒരു രണ്ടും സഹായിക്കാൻ വേറെ ചില ആൾക്കാരുണ്ട്. ആലോചിക്കണം, ജോൺസൺ ഉണ്ടെന്ന് ആലോചിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു ടീമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കത് അറിഞ്ഞേ പറ്റുള്ളൂ. കാരണം അകത്ത് പാട്ട് അതിമനോഹരമായിട്ട് കാരണം ഈ പാട്ട് മനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണത്. അതിൽ യേശുദാസ് ആണെങ്കിൽ, അതായത് മനസ്സ് അറിഞ്ഞു പാടുന്നില്ലേ, അത്രമാത്രം. അത് ഈ പ്രണയം നിറയുന്ന മനസ്സിലേക്ക് അത്തരം വരികൾ കൂടി കിട്ടുമ്പോൾ എന്തായിരിക്കും ആലോചിക്കണം. ഇപ്പോൾ പ്രത്യേകിച്ച് അത്തരം പാട്ടുകൾ പാടാൻ നമ്മൾ പറയാനില്ല, എന്തോ അത്രയും കഴിവ് യേശുദാസിനുണ്ടെന്ന് ആലോചിക്കണം. അപ്പം മേഘം പൂത്തു തുടങ്ങി
മോഹം പെയ്തു തുടങ്ങി. ഇതാണ് യേശുദാസിൻ്റെ കണ്ടത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ടേക്കുകൾ അധികമില്ലാതെ ആ പാട്ട്. അപ്പോഴും ആ പാട്ട് ഹിറ്റാവും എന്നുള്ള ഒരു സംശയമില്ല. അപ്പോഴും എൻ്റെ ചിന്ത, എന്ത് പറ്റി ONV സാറിന്? ONV സാറിൻ്റെ ഈ പാട്ടുകൾ ഇന്നുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നീടാണ് അറിഞ്ഞത്. തലേ ദിവസം വരെ ONV സാറിൻ്റെ പാട്ടുകൾ തന്നെയായിരുന്നു റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെ അത് സംഭവിച്ചത് ചെറിയൊരു ഈഗോ ഒരു പ്രശ്നം തന്നെയാണത്. കാരണം സിനിമയുടേതായിട്ടുള്ള ചില വശങ്ങളുണ്ട്. അപ്പോൾ ഈ പാട്ട് ചില മോഹൻലാലും സുമലതയും തമ്മിലുള്ള ഇൻറ്റിമസിയുടെ സീനാണത്. അത്തരം സീനുകൾക്കുള്ള പാട്ടാണ് സാധനം എഴുതിയിരുന്നത്. പക്ഷേ പത്മരാജനടക്കമുള്ളൊരു സംഗീതം ഈ പാട്ട് ഒന്ന് മാറ്റിയാൽ കൊള്ളാം. നമ്മൾ നിർദ്ദേശങ്ങൾ വരില്ലേ, നമ്മൾ എത്ര വലിയ എഴുത്തുകാരൻ്റെ ആയാലും ശരി ചില കാര്യങ്ങൾ മാറ്റാൻ തോന്നും. അപ്പോൾ അങ്ങനെ സാർ ഇതൊന്ന് മാറ്റി എഴുതിയില്ല. അത് കൂടുതൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ തൻ്റെ മിക്ക സിനിമകളിലെയും പാട്ടെഴുത്തുകാരൻ ONV സാറായിരുന്നു. ഹൃദയബന്ധം കൂടുതലുണ്ട്. അങ്ങനെയുള്ളവരോട് വളരെ പറഞ്ഞ് ഇതൊന്ന് മാറ്റി എഴുതിയാൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ സാർ അത് ക്ഷീണമായി തോന്നി. സാറ് പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ സാറ് ഇട്ടെറിഞ്ഞു പോകുന്ന ചില അവരുടെ ഭാഷയാണ് പറഞ്ഞ ആളുടെ. സാറ് അങ്ങനെ അവിടുന്ന് പോകുന്നു എന്നുള്ളതായിരിക്കണം. പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിലും നാളെ റെക്കോർഡിങ് നടക്കേണ്ട ഒരു സംഭവമാകുമ്പോൾ സാർ അങ്ങനെ പോകുമോ അങ്ങനെ സംശയിച്ചു. സാറ് സീരിയസ് ആയിട്ട് എടുത്തു. സാറ് പാട്ട് എഴുതുന്നില്ല, എൻ്റെ പാട്ട് ചേർക്കേണ്ടത് പോകുന്നു. പകരം ആര്? കാരണം നാളെ നേരം വെളുത്താൽ ഈ റെക്കോർഡിംഗ് ആണത്. പകരം ആര് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ONV പോയി കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരാൾ വരുമ്പോൾ അയാൾ സമ്മതനായിരിക്കണം. ONVയേക്കാൾ തീരെ മോശമാകാത്ത ഒരു റൈറ്ററായിരിക്കണം എന്ന് ആലോചിക്കണം. ആ റൈറ്ററെ കിട്ടിയാൽ തന്നെ അയാൾ ഈ രാത്രി കൊണ്ട് എല്ലാം പഠിപ്പിച്ചുണ്ടാക്കണം, എഴുതിയുണ്ടാക്കണം, അതിൻ്റെ ഈ കാര്യം പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണ് അവസാനം ഇതിന് പറ്റിയ മിടുക്കൻ ശ്രീകുമാരൻ തമ്പിയാണ് തീരുമാനിച്ചത് മാത്രം പോരാ, ശ്രീകുമാരൻ തമ്പി സമ്മതിക്കണം. കാരണം ഈഗോ എല്ലാവർക്കും ഉണ്ടാകും. ONV വിട്ടെറിഞ്ഞ് പോയ സാധനം നിങ്ങൾ എന്നെ ആദ്യം വിളിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിച്ചാൽ ബുദ്ധിമുട്ടാണത്. പക്ഷെ എന്തുകൊണ്ടോ ബന്ധങ്ങൾ, അതായത് പത്മരാജനും ശ്രീകുമാരൻ തമ്പി സാറും അടുത്ത ബന്ധുക്കളാണ്. മാത്രമല്ല ഇതിൻ്റെ പ്രൊഡ്യൂസർ സ്റ്റാൻലിയും ശ്രീകുമാരൻ തമ്പി വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. അതെല്ലാം കൂടി എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ശ്രീകുമാരൻ തമ്പി ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, പാട്ട് ഞാൻ എഴുതി തരാം. പക്ഷേ ഈ പാട്ട് എഴുതി പോയ ONV എനിക്ക് സംസാരിക്കണം. അദ്ദേഹം നോ പറയുകയാണെങ്കിൽ ഞാൻ എഴുതി തരില്ല. അദ്ദേഹം എഴുതിക്കൊള്ളാൻ പറഞ്ഞാൽ ഞാൻ എഴുതാം എന്നാണ് അത്രയും അന്തസ്സോടെ ശ്രീകുമാരൻ തമ്പി പറഞ്ഞത്. ഓക്കെ, സംസാരിച്ചോളൂ. ശ്രീകുമാരൻ തമ്പി ONV സാറിനെ വിളിക്കുന്നു. സാറേ, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എൻ്റെ അടുത്ത് പാട്ട് എഴുതാൻ വന്നിരിക്കുന്നു. പക്ഷേ സാറാണ് അതിലത്തെ പാട്ടുകൾ എഴുതിയെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. ഞാനത് എഴുതണമെങ്കിൽ സാറിൻ്റെ അനുവാദം വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സാറ് പറഞ്ഞു, തമ്പി എഴുതിക്കോളൂ. ഞാൻ എൻ്റെ നിലപാടാണ് പറഞ്ഞത്. എൻ്റെ നിലപാടിൽ എനിക്ക് മാറാൻ പറ്റില്ല. തമ്പി എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല. എനിക്ക് പത്മനാഭനോട് വൈരാഗ്യം, ആരോടും വൈരാഗ്യമില്ല. ഞാൻ എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞു. അങ്ങനെ ONV സാർ സമ്മതിക്കുന്നു, പാട്ട് എഴുതാൻ സമ്മതിക്കുന്നു. പാട്ട് എഴുതാൻ സമ്മതിക്കുമ്പോൾ ഈ സംഭവം വേണ്ടേ? അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ എന്താ ഉണ്ടായിരിക്കുക, ഇതിൻ്റെ റഷസ് എല്ലാം ഈ പാട്ട് പിന്നീടല്ലേ. അപ്പോൾ അവരുടെ സീനുകൾ ഈ പടത്തിൻ്റെ റഷസ് എല്ലാം കണ്ട് ശ്രീകുമാരൻ തമ്പി കണ്ടതിന് ശേഷമാണ് ഈ മോഹൻലാലിൻ്റെയും സുമലതയും സംഭവം വെച്ചുള്ള പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ രണ്ട് പാട്ടുകൾ ശ്രീകുമാരൻ തമ്പി എഴുതിയ രണ്ട് പാട്ടും ബമ്പർ ഹിറ്റായി എന്ന് ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കല്ലൂർ പറഞ്ഞു, ONVയുടെ അത്ര എത്തില്ല എന്ന് പറഞ്ഞല്ല, അതിനേക്കാൾ നമ്മൾ മറ്റത് കേട്ടില്ലല്ലോ, അതിനേക്കാളും കുറ്റം പറയാത്ത രീതിയിൽ നിങ്ങളിപ്പോഴും ആ പാട്ടുകളെ പാടുന്നുണ്ടല്ലോ. ജയശാസ് പാടിയ പാട്ടുകൾ, മറ്റൊരു പാട്ടുകൾ വേണുഗോപാലും ചിത്രയും പാടിയ പാട്ടുകൾ, അതായത് എന്താണത്, ഒന്നാം രാഗം ഇല്ലേ. അങ്ങനെയാണ് ആ സിനിമയിൽ വന്നത്. ONV പുറത്താക്കിയതല്ല, ONVയുടെ വരികളെടുത്തതല്ല, എല്ലാം രണ്ടും രണ്ട് തന്നെയാണ്. ശ്രീകുമാരൻ തമ്പി അറിയാവുന്നവർക്കറിയാം, അതിമനോഹരമായിട്ട് എഴുതാണ്. വെല്ലുവിളിച്ചുകൊണ്ട് അത് വയലാറും ഭാസ്കരനും ONVയും നിറഞ്ഞു നിൽക്കുന്ന അവസരത്തിലാണ് പുതിയ ചെറുപ്പക്കാരൻ ശ്രീകുമാരൻ തമ്പി സിനിമയിൽ നിന്ന് തൻ്റെ സ്വന്തമായ കസേര പിടിച്ചടക്കി ആലോചിക്കണം. അങ്ങനെ ഫൈറ്റ് ചെയ്ത് വന്ന ഒരു എഴുത്തുകാരൻ കൂടി ശ്രീകുമാരൻ തമ്പി. അപ്പോൾ ഈ പ്രത്യേക നിമിഷങ്ങളിൽ കുറച്ച് സമയം കിട്ടിയിട്ട് പോലും ആ തൂവാനത്തമ്പികളുടെ പാട്ടുകൾ ഹിറ്റാക്കിയതിൽ എഴുതി കൊടുത്തു എന്നാലോചിക്കണം. കാണാത്തവർ കാണണം, കേൾക്കാത്തവർ കേൾക്കണം. അതിൽ ONV സാറിനെ കുറ്റപ്പെടുത്തുകയില്ല. അദ്ദേഹത്തിന് നിലപാട് ഉണ്ടായിരുന്നു. ആ നിലപാടിനനുസരിച്ചാണ് അദ്ദേഹം ഇന്ന് പിന്മാറിയത്.